കോതമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ അപകടം 20-ലധികം പേർക്ക് പരിക്ക്. 15ഓളം പേർ കോതമംഗലം ബസേലിയസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 20-ലധികം പേർക്ക് പരിക്കും 15ഓളം പേർ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇതുമായി സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ? കോതമംഗലം ബസേലിയസ് ആശുപത്രിയിൽ മാത്രം 15 പേരോളം ചികിത്സയിലുണ്ട്. 20-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് പോലീസ് അനൌദ്യോഗികമായി നൽകുന്ന വിവരം. രാത്രി 9:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി നടക്കുന്ന ടൂർണമെന്റാണ്. ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടന്നു വരികയായിരുന്നു അക്കാട് ഈ ഈ നടന്നു വന്നിരുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസമായിരുന്നു ഇന്ന്. ദിവസത്തെ ഫൈനൽ മത്സരത്തിന് മുൻപായി ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് നടന്നു. ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അവസാനത്തോടനുബന്ധിച്ചാണ് ഗാലറി തകർന്നു വീഴുന്നത്. നമുക്ക് ആ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നമുക്ക് അത് കാണിക്കാൻ കഴിയുകയും ചെയ്യും പ്രേക്ഷകരെ. അതായത് ഈ സമാപന സമ്മേളനത്തിന്റെ ആ ചടങ്ങ്, അതുമായി ബന്ധപ്പെട്ട് ചെറിയ ലൈറ്റ് ഷോ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉദ്ഘാടന ചടങ്ങ് തീരുന്നതിന് മുൻപ്, മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഗാലറി മറിഞ്ഞു വീഴുന്നത്. ഗാലറിയുടെ ഒരു വശം അതിന്റെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഗാലറിയാണ്. അതിന്റെ തൂണുകൾ മണ്ണിലേക്ക് താഴേക്ക് ഇരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ, അതായത് ചെറിയൊരു ചലനം കണ്ടുവരുന്നതിന് വേഗം അങ്ങനെ എന്തോ സംഭവിച്ചതായി കണ്ടുവരുമ്പോഴേക്കും പെട്ടെന്ന് ഗാലറി പുറകിലേക്ക് മറിഞ്ഞു വീണായിരുന്നു അപകടമുണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സംഘാടകർക്കും പോലീസിനും സാധിച്ചു. പെട്ടെന്ന് തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഈ മത്സരം നടന്നിരുന്ന ഗ്രൗണ്ട് ആളുകളെ ഒഴിപ്പിക്കാനും സാധിച്ചു. അങ്ങനെ എന്തായാലും വളരെ പെട്ടെന്ന് ചികിത്സയിലേക്ക് അല്ലെങ്കിൽ ആശുപത്രികളിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിച്ചു. വലിയ ഗുരുതരമായ പരിസ്ഥിതി ഇതുവരെ ആർക്കും ഉള്ളതായിട്ട് വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും 15ഓളം പേർ ബസേലിയസ് ആശുപത്രിയിലുണ്ട്. 1-2 പേർ മറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 4000ഓളം പേർ ഈ ടൂർണമെന്റ് കാണാനായി ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. 9:30 അപകടമുണ്ടാവുന്നത്. ഗാലറിയുടെ ഒരു ഭാഗം മറിഞ്ഞു വീടാണ് അപകടം. ഇപ്പോൾ ഇതൊരു താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഗാലറിയാണ്. അപ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയല്ലേ ഈ ഒരു ഗാലറി നിർമ്മിച്ചത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംഘാടകരുടെ ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന താൽക്കാലിക ഗാലറികളാണ്. പക്ഷേ ഗാലറിക്ക് താങ്ങാൻ കഴിയാവുന്നതിനേക്കാൾ അധികം ആളുകൾ കയറുമ്പോഴാണ് ഇത്തരത്തിൽ സമാന രീതിയിലുള്ള സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഗാലറിയിൽ കളി കാണാനായി ഗാലറിയിൽ കയറിയിരുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. ഒരു സംശയം എന്തായാലും അതാണ് ബാക്കിയാവുന്നത്. മറ്റൊന്ന്, ഗ്രൗണ്ടിൽ സ്ഥിര ഗാലറി ഉള്ള ഗ്രൗണ്ടല്ല. മത്സരം കാണുന്നതിന് വേണ്ടി ഈ ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ മുതൽ കഴിയുന്നതുവരെ എന്ന ലക്ഷ്യത്തോടുകൂടി താൽക്കാലികമായി മരങ്ങൾ കുത്തി, അടയ്ക്കാമരത്തിന്റെ ഉൾപ്പെടെ അത്തരത്തിലുള്ള മുളയും അത്തരത്തിലുള്ള ചേർത്ത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു ഗാലറി ആയിരുന്നു. ഈ ഗാലറിയാണ് തകർന്നു വീണത്. ഗാലറി പുറകിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. വൈകിട്ട് ആണ്, രാത്രി നടക്കേണ്ട മത്സരമാണ്. 9:30 മത്സരം ആരംഭിക്കേണ്ടതായിരുന്നു. അതിനു മുൻപാണ് ആ ഉദ്ഘാടന ചടങ്ങ് കഴിയുന്ന സമയത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ജസ്റ്റ് ഉദ്ഘാടകൻ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവം ഉണ്ടാവുന്നു. തിയോഫിൻ, ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടവരുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? നിലവിൽ ഗുരുതരമായ പരിക്കുകൾ ആർക്കും ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതായിരുന്നു. കോതമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ അപകടം 20-ലധികം പേർക്ക് പരുക്കുണ്ട്. 15ഓളം പേർ ഇപ്പോൾ കോതമംഗലം ബസേലിയസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ താൽക്കാലിക ഗാലറി നിർമ്മിച്ചിരുന്നു. താൽക്കാലിക ഗാലറിയാണ് ഒരു വശത്തേക്ക് മറിഞ്ഞു വീണ ഒരു സംഭവം ഉണ്ടായത്. ഏകദേശം 4000-ലധികം ആൾക്കാർ, അനൗദ്യോഗികമായ ഒരു കണക്കാണ്, 4000-ലധികം ആൾക്കാർ കളി കാണാനായിട്ട് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോളം ഇതിൻ്റെ ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും അധികം ആൾക്കാർ വന്നിരുന്ന ഒരു ഗ്രൗണ്ടാണത്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന ഒരു ഗാലറി. അപ്പോൾ നമുക്ക് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയല്ലേ ആ ഗാലറി നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിയോഫിൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തിയോഫിൻ, ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടവരുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ?
കോതമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ അപകടം 20-ലധികം പേർക്ക് പരുക്കുണ്ട്. അതോടൊപ്പം തന്നെ 15ഓളം പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിയോഫിൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തിയോഫിൻ, ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഗുരുതര ആർക്കുമുള്ളതായി പോലീസ് അറിയിച്ചിട്ടില്ല. എന്തായാലും 20ഓളം പേർക്ക് പരിക്കേറ്റു എന്ന് പോലീസ് അറിയിച്ചതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബസേലിയോസ് ആശുപത്രിയിൽ 15-ലധികം പേരുണ്ട്. അതായത് ഗാലറി മറിഞ്ഞു വീഴുമ്പോൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് വീണവർക്കാണ് കാര്യമായി പരിക്കേറ്റത്. അതായത് മരം കൊണ്ട് നിർമ്മിച്ച ഗാലറിയാണ്. മുളയും മരത്തടിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കി നിർമ്മിച്ച ഗാലറിയാണ് ഇത്. ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കയറിയതിന് പേരിൽ പെട്ടെന്ന് മറിഞ്ഞു വീഴുകയും അടിയിലേക്ക് വീണവരുടെ മീതെ ഈ മരവും ആളുകളും വീഴുകയും ചെയ്തു. അങ്ങനെ വലിയ പരിക്കേറ്റവരുണ്ട്, ചവിട്ട് കൊണ്ടവരുണ്ട്. പെട്ടെന്ന് തന്നെ ആളുകൾ പരിഭ്രാന്തരായി ഓടുകയും ചെയ്തു. പക്ഷേ വളരെ പെട്ടെന്ന് ഫയർഫോഴ്സും പോലീസും എത്തി തുടരുക.